ഇത്രയും ഉള്ളോട്ട് കടലിൽ ഇങ്ങനെ തൊട്ട് കളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫോർട്ട് അഗോഡ കോട്ടയിലാണ്. ഇത് 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിത ഈ ഡച്ചുകാർക്കെതിരെ അവരെ കടന്നുകയറ്റം തടയാൻ വേണ്ടിയിട്ട് അറബിക്കടലിന് അഭിമുഖമായിട്ട് അറബിക്കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ പണിതിട്ടുള്ള ഫോർട്ടാണ്. ഇത് നല്ല രീതിയിൽ പരിപാലിക്കപ്പെട്ടിട്ടുള്ള മറ്റേ കോട്ടയെ അപേക്ഷിച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു കോട്ടയാണ്. ഇവിടെ തന്നെ കോട്ടയുടെ അകത്തിന് താജിൻ്റെ ഒരു ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടൽ. ഇവിടെ ബീച്ചിൽ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇവിടേക്കൊന്നും ടിക്കറ്റ് ചാർജ് ഇല്ല, എല്ലാം ഓപ്പണാണ്. അത് നല്ലൊരു കാര്യമാണ്, എല്ലാവർക്കും വരാൻ പറ്റും. ഇതാണ് താജ്, മറ്റേ ഇതില്ലേ അഗോഡ ജയിൽ, അതിൻ്റെ എക്സ്റ്റൻഷനാണ് ഇത്. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അഗോഡ ജയിലാണ്. ഓക്കെ ഓക്കെ. പീരങ്കിയൊക്കെ വെക്കാനുള്ള സ്ഥലം അല്ലേ? ഓക്കെ, പീരങ്കി പോയില്ല. ബീച്ചിൽ ആരെങ്കിലും ഇറങ്ങിയ സ്പോട്ടിൽ അമ്പ് ചെയ്യാണ് സ്ഥലം. അടിപൊളിയല്ലേ, നല്ല ഫിനിഷുള്ള കല്ലുകൾ. ഇത് പുതിയ വാവ്, നൈസ് വ്യൂ ആണ് പറഞ്ഞത് ബീച്ചിൻ്റെ. ആ കാണുന്നത് താജ് ഹോട്ടലാണ്. മറ്റേ നമ്മുടെ നാട്ടിലെ കല്ലുമപ്പറ്റി എന്ന് പറഞ്ഞൊരു മീനുണ്ടായിരുന്നു. ഏത് സമയത്ത് കല്ലുമപ്പറ്റി നിൽക്കായിരുന്നു. ഇന്നിതിപ്പം 2ാമത്തെ കോട്ടയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വാഗാ ബീച്ചിലേക്ക് പോകണമെന്നാണ് പ്ലാൻ. അവിടെ കുറച്ച് ബീച്ചിലിറങ്ങണം. ഇപ്രാവശ്യം വെള്ളത്തിലിറങ്ങണം, മറ്റേ ബീച്ച് പോലെയല്ല, വെള്ളത്തിലിറങ്ങിയിട്ട്. കാരണം ഇനിയിപ്പോൾ വേറെ എവിടെയും പോകാൻ പ്ലാനില്ല. അവിടെയും കൂടെ പോയിട്ട് ഇന്നത്തെ ഒരു ദിവസത്തെ ട്രിപ്പ് ഇവിടെ ഫൈനലാകും. ജോഷി കാണാം. ഓക്കെ, എല്ലാവരും റെഡിയാണ്. നമ്മൾ അങ്ങനെ ബാഗാ ബീച്ചിലെത്തി. ഇവിടെയൊക്കെ ഫുള്ള് ഇരിക്കാനുള്ള ബെഞ്ചും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നൈസ്. വെയിലാണ് സഹിക്കാൻ പറ്റാത്തത്, ഒടുക്കത്തെ വെയിലാണ്. വേലിയിറക്കാണ്, കടലിറങ്ങിപ്പോയതാ. ഇവിടെയൊക്കെ കടൽ വരുന്നതാണ്. കടൽ അങ്ങെത്തി. ഇപ്പം ഏതായാലും വെള്ളത്തിലിറങ്ങണം. അതിന് കണക്കാക്കിയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ഷർട്ടും ഷോർട്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. പാരാസൈലിംഗ് ഒക്കെ ഉണ്ട് അവിടെ. ഇവിടെ റെഡ് ഫ്ലാഗ് ഉണ്ട്. സ്വിമ്മിങ് ഈസ് പ്രോഹിബിറ്റ്. റെഡ് ഫ്ലാഗ് ഉള്ളിടത്ത് ഇറങ്ങരുത്. ഞങ്ങൾ സെയിലിങ്ങിന് പോകും. ക്യാഷ് വണ്ടിയിലായിരുന്നു, എടുക്കാൻ പോയിട്ടുണ്ട്. പെർ ഹെഡ് 500 കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ബോട്ടൊക്കെ കാണാം. ആ ബോട്ടിലേക്ക് അവിടുന്ന് ദൂരേക്ക് പോകുമെന്ന് പറഞ്ഞു. ഈ ഒരു പായക്കപ്പൽ പോലെ, എന്താ പറയുക, പായവഞ്ചിയോ എന്നൊക്കെ പറയാം. സ്പീഡ് ബോട്ടാണ്.
സെയിലിംഗ് ബോട്ട്. നല്ല ആശ്വാസമുണ്ട് തണലിൽ. അയ്യോ, ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിയാൽ മതി. हवा पे चलता है സിർഫ് ഹവാ. तो ये क्या है वो सर, चारों दिशा में चलता है. ओ चारों दिशा डायरेक्शन चेंज करने के लिए. डायरेक्शन चेंज करने के लिए वो स्टीयरिंग है. पानी में जाते समय वो गिर जाएगा नीचे को, ओ ओ ठीक है. वो इधर आ जाएगा. इसका टच ആ ഹാ ഹാ. ഞങ്ങൾ ഈ ഒരു പായക്കപ്പലല്ല പായ ബോട്ടിൽ സെയിൽ ചെയ്യാൻ പോവാ. അപ്പോൾ നമ്മൾ സെയിലിങ്ങിന് പോകാൻ തുടങ്ങുന്നു. വാവ്. കയറുക. वैसे बैठ जाइए. भाई सब किधर ना आप आ जाइए वहाँ. बैठ जाइए और वैसे बैठ जाइए. सर फेस हमारी तरफ रहेगा. हाँ अंगोट फेस ചെയ്യണം. अंदर അല്ല और थोड़ा ऐसे साइड में होइए. इस रस्सी को नहीं टच करना है, ब्लैक बेल्ट को पकड़ना है. हाँ हाँ. बेल्ट को पकड़ना है और हैंडल को ओके. വാവ്. അടിപൊളിയല്ലേ? കാറ്റിൽ മാത്രം ഇത് പോകുന്നത്. സൂപ്പർ. കരയിൽ നിന്ന് ഇത്ര ദൂരം വെറും ഒരു 5-6 സെക്കൻഡ് എടുത്തിട്ടേ ഉള്ളൂ. സോ ഫാസ്റ്റ്. സൂപ്പർ. ഇതിനെന്താ പറയാ? ക്യാ നാമ ഇസ്കാ? സെയിൽ ബോട്ട്. ആ, അപ്പോൾ അടുത്ത സെയിൽ ബോട്ടിൽ അവർ വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം അല്ല മറ്റേ ബോട്ടിൽ പോയിട്ടില്ല. ബോട്ടിലൊക്കെ കയറിയിട്ടില്ല, കടലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ബോട്ട് പോകാനല്ലേ നമ്മൾ നനയുന്നുണ്ട്. ലിറ്ററലി ഞാൻ നനയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളെ വെള്ളത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഞങ്ങളെ. അതുകൊണ്ടോ ഫുൾ കൺട്രോൾ ഇതാ ഈ ഒരു സ്റ്റിയറിങ്ങും ഈ കയറും ഇത് രണ്ടും മാത്രം വെച്ചിട്ടാണ് പുള്ളി ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചെത്തി അവസാനം. സൂര്യൻ്റെ തിളക്കം കണ്ടില്ലേ? ഇത്ര ദൂരം നമ്മൾ ഏകദേശം എത്ര മീറ്റർ ഉണ്ടാവും? ഒരു 500 മീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഒരു 500 കിലോമീറ്റർ. 1 किलोमीटर ഉണ്ടാവില്ലേ? 1 किलोमीटर होगा ना ये? उधर से 1 किलोमीटर. 1 किलोमीटर दिख रहा है. ज़्यादा हो गया. ज़्यादा हो गया ना? 1 കിലോമീറ്റർ മേലെ ഉണ്ടാവും പറയുന്നത്. അതും उधर
സീറോ ഫ്യൂവലാണ്. ജസ്റ്റ് വിൻഡ് മാത്രം വെച്ചിട്ടാണ് ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചത്. ഇത്രയും ഉള്ളോട്ട് കടലിൽ ഇങ്ങനെ തൊട്ട് കളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആ കടലിലാണ്. വണ്ടി ഡിച്ച് കയറാൻ ഒരു തിരയുടെ കൂടെ അങ്ങനെ ഫൈനലി സെയിലിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ലാൻഡ് ചെയ്തു. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി കടലിലൊന്ന് കുളിച്ചിട്ട് പതുക്കെ വിടാം. ഞങ്ങൾ ഏതായാലും ഒന്ന് നനഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് കുളിച്ച് കയറാം. നല്ല ഉപ്പുവെള്ളം. കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെവിയിൽ വെള്ളം കയറി, ചെവിയിൽ വെള്ളം കയറി. ഉപ്പുവെള്ളം. കടൽ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് എല്ലാവരെയും കരക്ക് കയറ്റുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കടലിൽ കളിച്ചു. ഇന്നിനിപ്പോൾ വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല. രാത്രി നല്ലൊരു ഫിഷ് ഡിന്നർ കഴിക്കണം, അതായത് ഫിഷ് പ്ലാറ്റർ വെച്ചിട്ടുള്ള. അതുകൂടെ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിയും. പിന്നെ നാളെ ഒരു ഡേയും കൂടെ, നാളെ ഒരു ഹാഫ് ഡേയും കൂടെ ഉണ്ടാവുള്ളൂ ഗോവയിൽ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. നമ്മുടെ പ്ലാറ്റർ ഒന്ന് മിനി പ്ലാറ്ററാണ്. ഇവിടെ സ്ക്വിഡ് ഉണ്ട്, പിന്നെ ഫിഷ് റവ ഫ്രൈ ഉണ്ട്, കിങ് ഫിഷ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, പിന്നെ നമ്മുടെ ക്രാബ് ഉണ്ട്, അയലയുണ്ട്. വയറ് നിറച്ച് ഫുഡും കഴിച്ചു. കൈ കഴുകാൻ നാരങ്ങ ഇട്ട ചുടുവെള്ളവും. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം. നാളെ ലാസ്റ്റ് ഡേ ആണ് ഗോവയിലെ. അപ്പോൾ ബാക്കി കാഴ്ചകളുമായിട്ട് നാളെ കാണാം. നാളെ വൈകിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ നാളെ വൈകിട്ട് വരെയുള്ള കാഴ്ചകളായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം.